സൗത്ത് ആഫ്രിക്കയിലെ പലനാടൻ ട്രാവലറിന്റെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിവർഷം 4.2 ദശലക്ഷം സഞ്ചാരികൾ എത്തുന്നതും സാഹസികർക്ക് ഏറെ പ്രിയപ്പെട്ടതും ബബൂണുകളും ഡാസികളും ഉൾപ്പെടെ 8200-ലധികം ഇനം സസ്യങ്ങളുടെ ആവാസ കേന്ദ്രവും ഒപ്പം അതിമനോഹരമായ പർവ്വത പ്രദേശത്തിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും കാഴ്ചകൾ സമ്മാനിക്കുന്ന കേപ്പ് ടൗണിലെ ടേബിൾ മൗണ്ടൻ എന്നറിയപ്പെടുന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത്. കേപ്പ് ടൗൺ പട്ടണത്തിൽ നിന്നും ടേബിൾ മൗണ്ടൻ പ്രദേശത്തേക്ക് 6 കിലോമീറ്റർ ദൂരമുണ്ട്. 4 വരി പാതയാണ് ഈ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നത്. പാതകൾക്ക് ഇരുവശത്തും നന്നായി വളർന്നു നിൽക്കുന്ന ഉയരമുള്ള ചില പ്രത്യേക മരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കിയാൽ അവയ്ക്ക് താഴ്ഭാഗത്ത് ചില്ലകൾ കുറവാണ്. ഏറ്റവും മുകളിലെത്തുമ്പോൾ മാത്രമാണ് അവയ്ക്ക് ശിഖരങ്ങളുള്ളതായി കാണപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ മാവ് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഈ കാണുന്നതെല്ലാം ടേബിൾ മൗണ്ടൻ പ്രദേശത്തിൻ്റെ അടിഭാഗങ്ങളാണ്. നല്ല പച്ച വിരിച്ചു കിടക്കുന്ന ഭൂപ്രദേശം. മുകളിലേക്ക് പോകുന്തോറും ലയൺ ഹെഡ് പർവ്വതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിനും അപ്പുറത്തുള്ള ഉയരം കൂടിയ കൊടുമുടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നും പ്രധാന വഴി 2ആയി പിരിയുകയാണ്. ഇടതുവശത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ റോഡ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അധിക തിരക്കൊന്നും ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ സൈക്കിൾ സവാരി ചെയ്യുന്നവരെ നമ്മൾ കണ്ടിരുന്നു. ഇന്നും ആ കാഴ്ചകൾ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ മലമുകളിലേക്ക് സൈക്കിൾ സവാരി നടത്തുന്നത് ഇവിടുത്തുകാരുടെ ഒരു പ്രധാന ഹോബിയാണ്. റോഡിൻ്റെ വശങ്ങൾ ഗംഭീരമായ പാറക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അവ പൊട്ടിച്ചു നീക്കിയാണ് ഇവിടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. 2 വരി പാതയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇടതുവശത്ത് താഴത്തായി ഇപ്പോൾ നമ്മൾ കാണുന്നത് കേപ്പ് ടൗൺ പട്ടണത്തിൻ്റെ കാഴ്ചകളാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ടേബിൾ മൗണ്ടൻ. അതിന് താഴെയായി ഉള്ളത് കേബിൾ കാർ സ്റ്റേഷനും. പച്ചവിരിച്ച് കിടക്കുന്ന പർവ്വത പ്രദേശത്തിൻ്റെ താഴെ അടുപ്പുകല്ലുകൾ കൂട്ടിയതുപോലെ കെട്ടിടങ്ങൾ നിരനിരയായി നിൽക്കുന്ന മനോഹര കാഴ്ചയാണിത്. ഇവിടെ നിന്നാൽ നമുക്ക് കേപ്പ് ടൗൺ പട്ടണത്തെയും പ്രദേശത്തെയും നന്നായി കാണാനാകും. ഇനി ഞാൻ പോകുന്നത് ഈ കാണുന്ന മലമുകളിലേക്കാണ്. 2 രീതിയിൽ നമുക്കിവിടെ നിന്നും മലമുകളിലേക്ക് പോകുവാൻ കഴിയും. ഒന്ന് കേബിൾ കാറിലൂടെ ചെങ്കുത്തായ പർവ്വതത്തിനെ തൊട്ടില്ല എന്ന രീതിയിൽ മുകളിലേക്ക് പോകാം. അല്ലാതെ കാൽനടയായും നമുക്ക് മുകളിലേക്ക് പോകാൻ കഴിയും. കാൽനടയായി പോകുന്നവർക്ക് ധാരാളം വഴികൾ ഇവിടെ ലഭ്യമാണ്. അല്പം കൂടി മുന്നോട്ട് സഞ്ചരിച്ചാലാണ് ആ സ്ഥലത്തേക്കും എത്തുക. ഞാൻ പോകുന്നത് കേബിൾ കാറിൽ കയറിയാണ്. മുകളിലെത്തിയാൽ ഒരുപാട് കാഴ്ചകൾ നടന്ന് കാണാനുണ്ട്. ഈ കാണുന്ന സ്ഥലത്തു നിന്നും ടിക്കറ്റ് എടുത്ത് വേണം മുകളിലേക്ക് പോകുവാൻ. 420 സൗത്ത് ആഫ്രിക്കൻ റാൻഡാണ് മുതിർന്നവർക്കായുള്ള ടിക്കറ്റ് ചാർജ്. ഒരു വശത്തേക്ക് മാത്രമായി വേണമെങ്കിലും നമുക്ക് ടിക്കറ്റുകൾ ഇവിടെ നിന്നും കരസ്ഥമാക്കുവാൻ കഴിയും. തിരികെ വേണമെങ്കിൽ നടന്നും വരാം. കുട്ടികൾക്ക് 210 റാൻഡുമാണ് ചാർജ്. ഓൺലൈനായും ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ നമുക്ക് ടേബിൾ മൗണ്ടൻ കാഴ്ചകൾക്കായി ഈ കേബിൾ കാറിനെ ആശ്രയിക്കാവുന്നതാണ്. ടിക്കറ്റുകൾ സ്കാൻ ചെയ്ത് വേണം മുകളിലേക്ക് പോകേണ്ടത്. ഒരേ സമയം 65 പേർക്ക് മാത്രമാണ് കേബിൾ കാറിൽ കയറി സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ഇടതും വലതും കാണുന്ന 2 ടവർ സ്റ്റേഷനുകളിൽ നിന്നുമാണ് കേബിൾ കാർ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും. മലയുടെ ഏറ്റവും മുകളിൽ കാണുന്ന ടവർ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ നിന്നും സഞ്ചാരികളെയും കൊണ്ട് താഴേക്ക് വരുന്ന കേബിൾ കാറിനെയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഓരോ 10 മിനിറ്റിലും ഇവ ഇരുദിശയിലേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. 2011 ന്യൂസ് 7 വണ്ടേഴ്സ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ആഗോള മത്സരത്തിൽ പ്രകൃതിയുടെ പുതിയ 7 വണ്ടേഴ്സിൽ ഒന്നായി ഈ ടേബിൾ മൗണ്ടനെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. അന്ന് ലക്ഷക്കണക്കിന് പേരാണ് ഇതിനായി വോട്ട് ചെയ്തത്. മറ്റ് സഞ്ചാരികൾക്കൊപ്പം ഞാനും ഇപ്പോൾ കേബിൾ കാറിനുള്ളിലാണുള്ളത്. കാഴ്ചകളെക്കുറിച്ചും സേഫ്റ്റി മുന്നറിയിപ്പുകളെക്കുറിച്ചുമൊക്കെ ജീവനക്കാരൻ വിശദീകരിച്ചു തരുന്നുണ്ട്.
For your own safety, please step away from the sides. Let go of any overhand bars. The floor you are standing on will be rotating. I repeat. 1929 ടേബിൾ മൗണ്ടൻ ഏരിയയിൽ കേബിൾ വേ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 1200 മീറ്റർ ദൂരമുള്ള കുത്തനെയുള്ള ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ കേബിൾ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത് സ്വിറ്റ്സർലാൻഡിൽ നമ്മൾ കണ്ട പോലെ 360 ഡിഗ്രിയിൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും വീക്ഷിക്കുവാൻ കഴിയും. വീതിയേറിയ ഈ വിൻഡോയുടെ മുൻഭാഗത്ത് വന്നു നിന്നാൽ മാത്രം മതി, മനോഹര കാഴ്ചകൾ നമ്മുടെ മുൻപിലേക്ക് കറങ്ങി വരും. മുകളിൽ നിന്നും കാഴ്ചക്കാരെയും കൊണ്ട് താഴേക്ക് പോകുന്ന കേബിൾ കാറാണിത്. മുകളിലേക്ക് നമ്മൾ പോകുന്തോറും കാഴ്ചയുടെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണ്. വ്യത്യസ്ത തട്ടുകളിൽ പാറക്കൂട്ടങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ എനിക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത്. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ച ഈ പാറക്കൂട്ടങ്ങൾ ഇളകി താഴേക്ക് വീഴില്ലയോ എന്നുള്ളതായിരുന്നു. കണ്ടാൽ ആ രീതിയിലാണ് ഇവ ഇരിക്കുന്നത്. പർവ്വത പ്രദേശത്തിൻ്റെ താഴെ നമ്മൾ വന്ന വഴിയും മറ്റ് പാതകളുമൊക്കെ ഇതിലൂടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. കേബിൾ കാർ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുമ്പോൾ സിറ്റി ബൗൾ, V&A വാട്ടർ ഫ്രണ്ട്, അറ്റ്ലാന്റിക് തീരപ്രദേശം എന്നിവയുൾപ്പെടെ കേപ്പ് ടൗണിൻ്റെ വിശാലമായ ഭൂപ്രദേശമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോബൻ ദ്വീപും കേപ്പ് പെനിൻസുലായും ഈ യാത്രയിൽ അതിശയകരമായ പശ്ചാത്തലം സൃഷ്ടിക്കുന്നു. നല്ല തെളിഞ്ഞ ദിവസങ്ങളിൽ ഫാൾസ് ബേയും ഗുഡ് ഹോപ്പ് മുനമ്പും വരെ ഇതിൽ നിന്നും കാണാൻ കഴിയും. Right, ladies and gentlemen, I would like to inform you that Table Mountain is a national park, part of a World Heritage Site, chipping away at any rocks or stones or feeding any of the wildlife. Stay on the demarcated pathways, they are there for your own safety. Smoking is only allowed at the 12 Apostles Terrace situated below the shop at the top. As we dock, we'll be at the height of 1067 meters. So to those of you who have a fear of heights, congratulations, we made it. Exits will be on your left hand side facing the main building. Enjoy the rest of the day. Thank you. നമ്മൾ സഞ്ചരിച്ച കേബിൾ കാർ പാതയാണ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത്. 1067 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലും. 5 മിനിറ്റ് കൊണ്ട് ഞാൻ മുകളിലെത്തി. ഇതാണ് ടേബിൾ മൗണ്ടൻ്റെ ഏറ്റവും മുകളിലുള്ള വശം. കാഴ്ചകൾക്കായി ഇനി പുറത്തേക്ക്. ഗൈഡ് ഹാരി ടേബിൾ മൗണ്ടനെ കുറിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. Here's the circular walk starting from the side. Yeah. You can either start from this side or you can go down to the cafe at the bottom. So we are on top here. This is the upper cable station. We came from here from the lower cable station. We came all the way up. This is about a 45-degree angle. So this is the circular walk. We don't go further than this. This is all part of the Devil's Peak Mountain Range. This is part of the Table Mountain National Park, but this is Devil's Peak. So this is a bit difficult to go into. So this is the circular walk. We will do that. Tomorrow we will be doing this. All of this. ടേബിൾ മൗണ്ടൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ കേബിളുകളിലാണ് കേബിൾ കാറിൻ്റെ ടവറിനെ ബലപ്പെടുത്തിയിരിക്കുന്നത്. ആ കാണുന്ന ടവറിനുള്ളിൽ നിന്നുമാണ് നമ്മൾ താഴേക്ക് പോകുന്നതും മുകളിലേക്ക് കയറി വരുന്നതും. ഇവിടെ എത്തിയാൽ നമ്മൾ മറ്റേതോ ലോകത്ത് ചെന്ന് ഇറങ്ങിയ ഒരു ഫീലാണ്. നല്ല കാറ്റ്, ഒപ്പം നല്ല തണുപ്പുള്ള അന്തരീക്ഷം. താഴേക്ക് നോക്കിയാലോ അതിഗംഭീരമായ കാഴ്ചകളും. ദക്ഷിണാഫ്രിക്കയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ദേശീയോദ്യാനമാണ് ഈ ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്ക്. പ്രതിവർഷം 4.2 ദശലക്ഷത്തിലധികം ആളുകൾ ഈ മനോഹര കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തുന്നു. ഈ പർവ്വതത്തിൽ 8200-ലധികം സസ്യ ഇനങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ 80% ഫൈൻ ബോസ് അഥവാ നല്ല മുൾപടർപ്പുള്ളവയാണ്. ടേബിൾ മൗണ്ടൻ്റെ പ്രത്യേകത കുത്തനെയുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 3 കിലോമീറ്റർ ലെവൽ പീഠഭൂമിയാണിത്. മൗണ്ടൻ്റെ കിഴക്ക് വശം ഡെവിൾസ് പീക്ക്, പടിഞ്ഞാറ് ലയൺസ് ഹെഡ് എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂപ്രദേശമാണിത്. ഉരുണ്ട പാറക്കൂട്ടങ്ങളും ചെങ്കുത്തായ മലയിടുക്കുകളുമാണ് മറ്റൊരു പ്രത്യേകത. ഇവയ്ക്കിടയിൽ തന്നെ ധാരാളം സസ്യങ്ങളുമുണ്ട്.
സഞ്ചാരികൾക്ക് മലയിടുക്കുകളുടെ ഭംഗി കൂടുതൽ ആസ്വദിക്കുവാനായി താഴെ കാണുന്ന രീതിയിലുള്ള നടപ്പാതകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാതകൾക്ക് ഇരുവശവും ഫെൻസിങ്ങുകൾ തീർത്ത് സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ശരിക്കും ഞാനൊഴികെ എല്ലാവരും ജാക്കറ്റ് ധരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രദേശത്തിന്റെ സ്വാഭാവിക കാലാവസ്ഥ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ജാക്കറ്റ് ഉപേക്ഷിച്ചത്. എന്നാൽ നല്ല തണുപ്പും കാറ്റുമുണ്ട്. സിനിമകളുടെ ഗാനചിത്രീകരണത്തിന് പറ്റിയ ഏറ്റവും നല്ല ഇടമായാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്രത്തോളം വിശാലമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണിത്. വലിയ മരങ്ങളൊന്നും തന്നെ നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ കഴിയില്ല. എല്ലാം കുറ്റിച്ചെടികൾ മാത്രമാണ്. പക്ഷെ അവയെല്ലാം വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കള്ളിമുൾ ചെടിയുടെ ഇനത്തിൽപ്പെട്ട ചെടിയാണിത്. അതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്രത്യേക കളറാണ്. കൂട്ടത്തിൽ വന്ന സഞ്ചാരികൾ ആരും തന്നെ ഈ പ്രദേശത്തേക്ക് പോലും വന്നിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ഈ ഭൂപ്രദേശം പൂർണ്ണമായും കവർ ചെയ്യണം. ഈ കാണുന്ന ചെരിവുകളിലൂടെ താഴേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ. താഴേക്കിറങ്ങുന്ന പാതകൾ കമ്പികളും ചങ്ങലകളും കൊണ്ട് ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രായമുണ്ടെങ്കിലും ഞാൻ ഈ കാഴ്ചകൾ കാണാതെ തിരികെ പോകില്ല എന്ന് ഉറപ്പിച്ച് എൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങുകയാണ് ഈ അമ്മ. ദൈവമേ, വളരെ ചെങ്കുത്തായ പാറയാണ്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കുഴിയിൽ വന്ന് കിടക്കും. അത്രയ്ക്ക് കുഴികളും പാറക്കല്ലുകളും നിറഞ്ഞ ഇടമാണിത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഭയങ്കര രസമുള്ള കാഴ്ച. ഇത് മുൾച്ചെടിയാണ്. നല്ല മുള്ളുണ്ട് ഇതിനകത്തൊക്കെ. പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് മുറിയും. എന്നാലും കാണാൻ നല്ല രസമാണ് ഇതൊക്കെ. തൊട്ടപ്പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറാണ്, എൻട്രി ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മാത്രം കാണുന്നു. ടേബിൾ മൗണ്ടിന്റെ മുകളിൽ നിന്നും താഴേക്ക് പോകുന്ന വഴിയാണത്. ഇതുവഴിയാണ് താഴെ നിന്നും ട്രക്കിംഗ് ചെയ്ത് വരുന്നത്. ഏകദേശം 2 മുതൽ 4 മണിക്കൂർ പരിശ്രമിച്ചാൽ മാത്രമേ ഇതുവഴി മുകളിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. 2 വശത്തും ഭീകരമായ കാഴ്ചകൾ തരുന്ന പാറയിടുക്കാണിത്. ഇതൊരു പാതയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പാറക്കൂട്ടങ്ങളൊക്കെ അടുക്കി വച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പാറക്കൂട്ടമാണ്. എന്തായാലും മഞ്ഞുമൽ ബോയ്സിൽ നമ്മൾ കണ്ട അതിൻ്റെ ഒരു വേറൊരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് ഗംഭീരമാണ് ഈ പാറകൾ. ഈ പാറയിടുക്കുകൾക്കിടയിലൂടെ കടന്നു വരുന്ന കാറ്റിന് ഒരു പ്രത്യേക സുഖമുണ്ട്. അതിൻ്റെ തണുപ്പ് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. വളരെ സൂക്ഷിച്ച് പതുക്കെ മാത്രമേ ഈ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. സ്ലോലി ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. മുകളിൽ നിന്നും ആർത്തുല്ലസിച്ച് താഴേക്ക് പോകുന്ന സഞ്ചാരികളെയും നമുക്ക് ഈ വഴികളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ താഴെ ഇറങ്ങിയാൽ വലതുവശത്തായി ഉള്ളത് ഡെവിൾസ് പീക്ക് ഏരിയ എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇനിയും താഴേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തിരികെ പോകേണ്ടതുണ്ട്.
ഇവിടെ മൊബൈൽ സിഗ്നൽ തീരെ കുറവാണ്. താഴെ നിന്നും നടന്നു കയറി വരുന്ന സഞ്ചാരികളെയാണ് നമ്മളീ കാണുന്നത്. അതിൽ എറണാകുളം സ്വദേശിയായ ഒരു മലയാളിയുമുണ്ട്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കൂടിയാണ് ഇവിടം. ഞാൻ തിരികെ മുകളിലേക്ക് നടക്കുകയാണ്. സ്പീഡിന് നടന്നാൽ ശ്വാസമെടുക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരു രക്ഷയില്ല, തിരിച്ചു കയറുമ്പോൾ റീത്ത് ഭയങ്കര പ്രശ്നമാണ്. ടേബിൾ മൗണ്ടനിലെ എക്കോ വാലി കാസ്റ്റീൽ സ്പോട്ടാണ് ഈ വലതുവശത്തുള്ളത്. യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ കേപ്പ് ഫ്ലോറൽ റീജിയന്റെ ഭാഗമാണ് ടേബിൾ മൗണ്ടൻ. തനതായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഒരു പ്രദേശം കൂടിയാണിത്. നിറയെ ഒരുപോലെയുള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമായാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിലും വളരെയധികം വ്യത്യസ്ത ഇനങ്ങളുള്ള പാറകളാണിവ. Is it actually running? Yeah, it's okay, running. It's running? Yeah. Okay. No worries. Where are you from? I'm from India. You also? Is it okay? Yeah, no, it's fine. South Africa. Cape Town. Thank you, Cape Town. No worries. നൂറ്റാണ്ടുകളായി ഈ ടേബിൾ മൗണ്ടൻ നാവികരുടെ നാവിഗേഷന്റെ പ്രതീകവും ഒപ്പം പ്രദേശവാസികൾക്ക് ഒരു സാംസ്കാരിക അടയാളവും കൂടിയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മണൽക്കല്ലും ഗ്രാനൈറ്റും ചേർന്ന് രൂപം കൊണ്ട അപൂർവമായ ഭൂമിശാസ്ത്രപരമായ രൂപവൽക്കരണമാണ് ഇതിൻ്റെ പരന്ന ഘടന. ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത നിരവധി ജീവജാലങ്ങൾ ഉൾപ്പെടെ ഐക്കണിക് ഫിൻബോസ് സസ്യങ്ങളുള്ള പ്രദേശം കൂടിയാണിത്. തൊട്ടപ്പുറത്തായി താഴെ കാണുന്ന പർവ്വത പ്രദേശമാണ് ലയൺസ് ഹെഡ്. സമുദ്രനിരപ്പിൽ നിന്നും 2195 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ടേബിൾ മൗണ്ടനും സിഗ്നൽ ഹില്ലിനും ഇടയിലായിട്ടാണ് ഇതുള്ളത്. സിംഹത്തിന്റെ ശിരസ് തല രൂപപ്പെടുത്തുകയും തൊട്ടടുത്തുള്ള സിഗ്നൽ ഹിൽ ശരീരം രൂപീകരിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇതിന് ലയൺ ഹെഡ് എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ലയൺസ് ഹെഡ് കൊടുമുടിയിലേക്കുള്ള കയറ്റം വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ലയൺസ് ഹെഡ് പാരാഗ്ലൈഡുകൾക്കുള്ള ഒരു പ്രശസ്തമായ ലോഞ്ച് സൈറ്റാണ്. കേപ്പ് ടൗണിന്റെ മനോഹരമായ ആകാശ കാഴ്ചകൾ ഇത് വാഗ്ദാനം ചെയ്യുന്നു. ടേബിൾ മൗണ്ട് മുകളിലുള്ള ഈ പ്രദേശം മുഴുവൻ വിശദമായി നടന്ന് കാണണമെങ്കിൽ ഏകദേശം 3 മണിക്കൂറെങ്കിലും സമയം വേണം. ഏറ്റവും നല്ല സമയം രാവിലെ അല്ലെങ്കിൽ 4 മണിക്ക് ശേഷമാണ്. കാരണം തണൽ ലഭിക്കുന്ന പ്രദേശങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ലാത്തതിനാൽ ബാക്കിയുള്ള സമയങ്ങളിൽ നല്ല വെയിലും ചൂടുമായിരിക്കും. സഞ്ചാരികൾ കൃത്യമായും ഹൈക്കിംഗ് ഷൂസ് ഉപയോഗിക്കുന്നതും ഉത്തമമാണ്. എൻ്റെ പിന്നിലായി താഴ്ഭാഗത്തായി ഈ കാണുന്നതാണ് കേപ്പ് ടൗൺ പട്ടണം. തൊട്ടപ്പുറത്തായി കാണുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗവും പോർട്ട് ഏരിയയും ഒക്കെയാണ്. നടന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം സൂചനാ ബോർഡുകൾ ഇവിടെ കാണാൻ കഴിയും. ഓരോ പ്രദേശത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഈ ബോർഡുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ വായിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ ഭൂമിശാസ്ത്ര ഘടനയും ചരിത്രവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ടേബിൾ മൗണ്ടൻ്റെ തനതായ ഫ്ലാറ്റ് ടോപ്പ് രൂപീകരണം ഭൂമിശാസ്ത്രപരമായ ഒരു അപൂർവതയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം 3 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഫ്ലാറ്റ് ഉച്ചകോടി ദശലക്ഷക്കണക്കിന് വർഷത്തെ മണ്ണൊലിപ്പിലൂടെയാണ് രൂപപ്പെട്ടത്. ലോകത്തിലെ 6 പുഷ്പരാജ്യങ്ങളിൽ ഒന്നായ കേപ്പ് ഫ്ലോറൽ കിങ്ഡത്തിന്റെ ഭാഗമാണ് ഈ ടേബിൾ മൗണ്ടൻ. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് കേപ്പ് ഫ്ലോറൽ മേഖലയാണിത്. ഐക്കണിക് ടേബിൾ ക്ലോത്ത് മേഘങ്ങൾ മറ്റൊരു പ്രത്യേകതയാണ്. ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് മൂലം ഉണ്ടാകുന്ന ടേബിൾ ക്ലോത്ത് എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പാളിയിൽ പലപ്പോഴും പർവ്വതം പൊതിഞ്ഞിരിക്കും. ഈർപ്പമുള്ള വായു പർവ്വതത്തിന് മുകളിലേക്ക് കയറുകയും തണുത്തുറയുകയും ഘനീഭവിച്ച് മേഘങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഔട്ട്ഡോർ അഡ്വഞ്ചേഴ്സിനും കാൽനട യാത്രയ്ക്കും മലകയറ്റത്തിനും പേരുകേട്ട ഇടമാണിത്. നിരവധി വഴികൾ ഈ പർവ്വത പ്രദേശത്ത് എത്തുവാനായി ഉണ്ട്. പ്ലാറ്റക്ലിപ്പ് ഗോർജ്, സ്കെലിറ്റൻ ഗോർജ്, ഇന്ത്യ വെൻസ്റ്റർ എന്നിവയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഈ പ്രദേശത്തെ തദ്ദേശവാസികളായ ഖോയിസാൻ ജനതയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ടേബിൾ മൗണ്ടൻ.
ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതങ്ങളിൽ ഒന്നാണ് ഈ ടേബിൾ മൗണ്ടൻ. ഏകദേശം 500 ദശലക്ഷം പഴക്കമാണ് ഇതിന് ചരിത്രങ്ങൾ പറയുന്നത്. സൂര്യോദയ സമയത്തും സൂര്യാസ്തമയ സമയത്തും ഫോട്ടോഗ്രാഫിക്ക് ഏറെ സാധ്യതകളുള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ നേച്ചർ ഫോട്ടോഗ്രാഫി ലവേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്രദേശം കൂടിയാണത്. 1488 പോർച്ചുഗീസ് പരിവേഷകനായ ബാർട്ടോലൂമിയോ ഡയസ് ആഫ്രിക്കയുടെ തെക്കേയറ്റം ചുറ്റിയപ്പോൾ ടേബിൾ മൗണ്ടൻ കണ്ടതായി രേഖപ്പെടുത്തിയ ആദ്യത്തെ യൂറോപ്യനാണ്. 1503 മറ്റൊരു പോർച്ചുഗീസ് പരിവേഷകനായ അന്റോണിയോ ഡി സാൽഡാൻ ടേബിൾ ബേയിൽ ഇറങ്ങി ടേബിൾ മൗണ്ടൻ കയറുന്ന ആദ്യത്തെ യൂറോപ്യനായി മാറി. സന്ദർശകർക്ക് മുകളിലെത്തിയാൽ ഭക്ഷണ സൗകര്യത്തിനായി ഷോപ്പ് അറ്റ് ദ ടോപ്പ് ഓഫ് എന്ന പേരിൽ ഒരു കഫേയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴെയുള്ള സിറ്റിയുടെ മനോഹര ദൃശ്യങ്ങൾ നേരിട്ട് കാണുവാനും മനസ്സിലാക്കുവാനും വേണ്ടി പണം നൽകി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിദൂര ദർശനികളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ടേബിൾ മൗണ്ടൻ്റെ മുകളിൽ നിന്നും എനിക്ക് താഴെയുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കാഴ്ചകൾ കണ്ട് മതിവരുന്നേയില്ലായിരുന്നു. അത്രയ്ക്കും മനോഹരമാണ് ഈ പ്രദേശം. ഇനി താഴേക്കാണ്. മുകളിലേക്ക് കയറി വന്ന പോലെ കേബിൾ കാറിൽ കയറി താഴേക്ക് പോകണം. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി താഴത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീലാകാശവും പച്ചക്കടലും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. പാറക്കൂട്ടങ്ങൾക്ക് മുകളിലൂടെ കേബിൾ കാർ പറന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. രാവിലെ മുകളിലേക്ക് കയറി വന്നപ്പോൾ താഴെ റോഡിൽ വലിയ വാഹനങ്ങളുടെ നിരയൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു വലിയ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. കാരണം കേബിൾ കാറിനുള്ളിലെ തണുപ്പും വായുവിൻ്റെ സഞ്ചാരവും ആശ്വാസം നൽകുന്നുണ്ട്. പർവ്വതത്തിൻ്റെ മുകൾ കാഴ്ചകൾക്ക് ശേഷം നടന്ന് താഴേക്ക് പോകുന്ന സഞ്ചാരിയെയും ഈ യാത്രയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ബേസ് സ്റ്റേഷനിലാണ്. എല്ലായിടത്തെയും പോലെ സുവനീറുകൾ സ്വന്തമാക്കാനുള്ള സൗകര്യം ഇവിടെയും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഞാൻ തൽക്കാലം അതിന് മുതിർന്നില്ല. പുറത്തെ കുറച്ച് കാഴ്ചകൾ കൂടി ഷൂട്ട് ചെയ്ത് തീർക്കുവാനുണ്ട്. വേഗം താഴേക്ക് ഇറങ്ങി. മനോഹരമായ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ചെടികൾ നട്ട് ഈ ഏരിയ അലങ്കരിച്ചിട്ടുണ്ട്. മുകളിലത്തെ കാഴ്ചകൾ കാണാനായി ഇപ്പോഴും ധാരാളം പേർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. തിരക്ക് കൂടിയാൽ വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കുവാനും കയറ്റി വിടുവാനുമുള്ള പ്രത്യേക ഏരിയയാണിത്. ഇവിടെ ഇരുന്ന് വിശ്രമിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. മുകളിലത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങി വരുന്ന സഞ്ചാരികളാണ് ഇവരൊക്കെ. സൗത്ത് ആഫ്രിക്കൻ സിറ്റി സൈറ്റ് സീയിങ് കാണാനായി ഉപയോഗിക്കുന്ന ബസ്സാണിത്. ധാരാളം ഇന്റർനാഷണൽ ട്രാവലേഴ്സ് ഇത്തരം ബസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാനായി ഉപയോഗിക്കുന്ന മറ്റൊരു നടപ്പാതയാണിത്. വളരെ മനോഹരമായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മരങ്ങൾ ഈ ഭൂപ്രകൃതിക്ക് സമ്മാനിക്കുന്നത് മറ്റൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം തലയെടുപ്പുള്ള ഈ ടേബിൾ മൗണ്ടൻ കഴിഞ്ഞാൽ പിന്നെ ഇവരാണ് ഈ പ്രദേശത്ത് തലപ്പൊക്കമുള്ളവർ. ഇപ്പോഴും മുകളിലത്തെ കാഴ്ചകൾക്കായി ധാരാളം സഞ്ചാരികൾ താഴെ നിന്ന് മുകളിലേക്ക് എത്തുന്നുണ്ട്. ചൂടും തണുപ്പും അങ്ങനെ മിക്സായ കാലാവസ്ഥകൾ മാറി മാറി പരീക്ഷിച്ച് സഞ്ചാരികൾക്ക് അത്ഭുതവും ആവേശവും സന്തോഷവും നൽകി ടേബിൾ മൗണ്ടൻ എന്ന ഈ കൊമ്പൻ കേപ്പ് ടൗണിൻ്റെ കാവൽക്കാരനായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്, പുതിയ സഞ്ചാരികളെയും കാത്ത്. കേപ്പ് ടൗണിൽ ഇനിയും എനിക്ക് ഒത്തിരി കാഴ്ചകൾ ഇന്ന് കണ്ടു തീർക്കുവാനുണ്ട്.
പുതിയ കാഴ്ചകൾക്കായി വീണ്ടും മറ്റൊരിടത്തേക്ക് പോവുകയാണ് ഞാൻ. സൗത്ത് ആഫ്രിക്കയുടെ മനോഹര കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ. ഒപ്പം വരൂ, ഒത്തിരി കാണാം.